ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും ലോകരക്ഷിതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഴുവൻ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും തീർത്തും നശ്വരവും നൈമിഷികവുമായ ഈ ഐഹിക ലോക ജീവിതത്തിലെ സകല മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ പല സംഭവങ്ങൾക്കും സാക്ഷിയായ മുഹറം 10 നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ ചരിത്ര സംഭവങ്ങളിൽ വിശ്വാസികൾക്ക് ഈമാനിന്റെ കരുത്തും ആവേശവും പ്രതീക്ഷയും ഒക്കെ പകരുന്നവയും അതേസമയം വിശ്വാസികളെ ഏറെ സങ്കടപ്പെടുത്തുന്ന ദുഃഖത്തിലാക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മുഹറം 10 വെള്ളിയാഴ്ചയായിരുന്നു മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമക്കളിൽ ഒരാളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും പ്രവാചക കുടുംബത്തിൽപ്പെട്ട 18ഓളം ആളുകൾ അടങ്ങുന്ന 72ഓളം വരുന്ന ആളുകൾ കർബലയിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെടുന്നത്. കർബല ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ പലതും ഇന്ന് വലിയ തോതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരു ചരിത്ര സംഭവമാണ്. ഷിയാക്കളായ ആളുകൾ ഇന്നും വളരെ വികലമായി അവതരിപ്പിക്കുകയും ഷിയാക്കളല്ലാത്ത മുഴുവൻ മുസ്ലിമീങ്ങൾക്കെതിരിലും അതൊരു വലിയ ആരോപണമായി അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് കർബല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് അതിന്റെ യഥാർത്ഥ വശം മനസ്സിലാക്കുക എന്നുള്ളതും ആ തെറ്റിദ്ധാരണ പരത്തുന്നതിന്റെ പിന്നിലുള്ള ഷിയാക്കളുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുക എന്നത് വളരെ ആവശ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാന ഭാഗം മാത്രം കുറഞ്ഞ സമയത്ത് കൊണ്ട് മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ദേശിക്കുന്നത്.
നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരിൽ നാലാമത്തെ ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം മകൻ ഹസൻ റളിയല്ലാഹു അൻഹു കുറച്ചു കാലത്തേക്ക് ഖിലാഫത്ത് ഏറ്റെടുക്കുകയും എന്നാൽ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഖിലാഫത്ത് ഒഴിഞ്ഞുകൊണ്ട് അത് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ആമുഖം എന്നോണം ചില കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് നമ്മുടെ നാട്ടിലടക്കം കേരളത്തിലടക്കം ഷിയാക്കളുടെ സ്വാധീനത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ആളുകൾ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മളൊന്ന് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അദ്ദേഹം ഹിജ്റ 41 മുതൽ 60 വരെയുള്ള 20ഓളം വർഷങ്ങളായി പരിശുദ്ധ ഇസ്ലാമിന്റെ ഖലീഫ സ്ഥാനം നിർവഹിച്ചവരാണ്. മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം ഫളലുകൾ, ശ്രേഷ്ഠതകൾ വിവരിച്ചതായി നമുക്ക് കാണാം. ഖാലുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ അമ്മാവൻ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായി കാണാം. അതായത് പ്രവാചക പത്നിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ, നമ്മുടെയൊക്കെ മാതാവായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ്, ആങ്ങളെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉമ്മയുടെ ആങ്ങളെയാണ്, അതായത് നമ്മുടെ അമ്മാവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വ്യക്തിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പ്രാർത്ഥിച്ചതായി ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം: അല്ലാഹുമ്മ ജഅൽഹു ഹാദിയൻ മഹ്ദിയൻ വഹ്ദി ബിഹി. അല്ലാഹുവേ, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കണമേ. അതുപോലെ തന്നെ മഹ്ദിയൻ, നിന്റെ ഹിദായത്ത് സ്വീകരിച്ച ഒരു വ്യക്തിയുമാക്കണമേ. വഹ്ദി ബിഹി, അദ്ദേഹത്തെ കൊണ്ട് ജനങ്ങൾക്ക് നീ ഹിദായത്ത് നൽകുകയും ചെയ്യണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഫളലുകൾ പറഞ്ഞിട്ടുള്ള മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് തന്റെ മകൻ യസീദിനെ ഭരണം ഏൽപ്പിക്കുകയാണ്, ഖിലാഫത്ത് ഏൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ മുമ്പ് 4 ഖലീഫമാര് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അവരാരും സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളുകളെ ഖിലാഫത്ത് ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു നടപടി സഹാബിമാർക്കിടയിൽ, ചില സഹാബത്തിൽ ഉൾപ്പെടെ തന്നെ വലിയ വിമർശനമുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നു. കൃത്യമായി അദ്ദേഹത്തിന്റെ പക്കൽ ന്യായമുണ്ടായിരുന്നു. എന്നാൽ ആക്ഷേപം നൽകുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ആളുകൾക്കും ന്യായങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ അത് ശരിയായില്ല എന്ന അഭിപ്രായം സ്വഹാബിമാരിൽ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ തന്നെ ഖിലാഫത്ത് ഏൽപ്പിച്ചത് ശരിയായില്ല എന്നുള്ളത്. അങ്ങനെ വിമർശനങ്ങൾ ഉണ്ട് എന്നുള്ള നിലക്ക് തന്നെ ഒന്നുകൂടി നമ്മൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച വ്യക്തിയാണ്. ഖാലുൽ മുഅ്മിനീൻ എന്ന് പ്രത്യേകം പറഞ്ഞ ആളാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയ്യ് എഴുതി വെക്കുവാൻ ചുമതലപ്പെടുത്തിയ ആളുകളിൽ ഉൾപ്പെടുത്തപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് മുആവിയ റളിയല്ലാഹു അൻഹു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുപോലെ തന്നെ ആക്ഷേപാർഹമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കുറിച്ചൊരു മോശമായ കാര്യം പറയുവാനോ ചിന്തിക്കുവാനോ പ്രചരിപ്പിക്കുവാനോ പാടുള്ളതല്ല. വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം അത്തരം സംഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞ ഒരു കാര്യം നമ്മളൊക്കെ അടിവരയിട്ട് മനസ്സിലാക്കണം. അദ്ദേഹം പറഞ്ഞു: വമൻ ഇൻതഖസ അഹദൻ മിൻ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബിയെ കുറിച്ച് ആരെങ്കിലും ആ സ്വഹാബിയെ ചുരുക്കി കണ്ടാൽ, അഥവാ കുറച്ച് കണ്ടാൽ, ആ സ്വഹാബത്തിന്റെ വില കുറച്ച് കണ്ടാൽ, ഔ ബഖലഹു ലിഹദസിൻ മിൻഹു, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ സംഭവിച്ച വല്ല കാര്യത്തിന്റെ പേരിലും അത് ആ ഒരു സഹാബിയോട് ദേഷ്യം വെച്ച് പുലർത്തിയാൽ, ഔ ദിക്രി മുസാബിയ, അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ആ രൂപത്തിലുള്ള പ്രചാരണം നടത്തിയാൽ, കാന മുബ്തദിഅൻ,
അവൻ മുബത്തദി ആയിരിക്കുന്നു, പുത്തൻവാദി ആയിരിക്കുന്നു എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ ഉസൂൽ സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചതായി കാണാം. നമുക്കറിയാം, സഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനോടെ ഒരു നോക്ക് മുഅ്മിനായിക്കൊണ്ട് കാണുകയും ആ ഈമാനിലായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ സഹാബത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സഹാബിയെ കുറിച്ച് മോശമായി നമ്മൾ കാണുകയോ അല്ലെങ്കിൽ ദേഷ്യം വെക്കുകയോ അത്തരം മോശമായത് പ്രചരിപ്പിക്കുകയോ ചെയ്താൽ അവന് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനമില്ല, അവൻ മുബ്തദി ആകുന്നു എന്നതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ തന്നെ അത് സഹാബി എന്നുള്ള നിലക്ക് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മോശമായി കാണുവാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ആ രൂപത്തിൽ പ്രചരിപ്പിക്കുവാനോ പാടുള്ളതല്ല. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്നത് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലശേഷം അദ്ദേഹം മകൻ യസീദ് ബിൻ മുആവിയയെ ആ ഒരു ഭരണം ഏൽപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ആ ഭരണത്തെ അംഗീകരിക്കാതിരുന്ന അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പല സഹാബിമാരും മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുകയുണ്ടായി. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിന്റെ ഈ ഖിലാഫത്ത് അംഗീകരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ കൂഫയിലെ ആളുകൾ അവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിരന്തരം കത്തയച്ചുകൊണ്ട് നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. താങ്കൾ ഇങ്ങോട്ട് വന്നാൽ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം, അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് വരണം എന്ന് നിരന്തരം അദ്ദേഹത്തിന് കത്തുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 500ഓളം കത്തുകൾ ഈ വിഷയത്തിൽ കൂഫയിൽ നിന്ന് ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കൂഫക്കാരെ കുറിച്ച് കൃത്യമായ ധാരണ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. അവരാണ് തന്റെ പിതാവായ അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു കളഞ്ഞത് എന്നതും അവർ ചതിയന്മാരാണ്, വാക്ക് പാലിക്കാത്തവരാണ് എന്നൊക്കെ കൃത്യമായ ധാരണ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ഷണത്തിന്റെ, ഈ ഒരു കത്തുകൾക്ക് പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പിതാവിന്റെ സഹോദരന്റെ പുത്രൻ, അതായത് അഖീൽ എന്നവരുടെ പുത്രനെ ഒരു ദൂതനായി കൂഫയിലേക്ക് അയക്കുകയാണ്. ഈ വിവരങ്ങളെ കുറിച്ചൊന്ന് നിജസ്ഥിതി മനസ്സിലാക്കുവാൻ, ഈ ഒരു കത്തുകളുടെ പിന്നിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ദൂതനെ അയക്കുകയാണ്. അങ്ങനെ ആ മുസ്ലിം ഇബ്നു അഖീൽ എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ പുത്രൻ കൂഫയിലേക്ക് എത്തുകയും ആ കൂഫയിൽ എത്തിയ പാടെ അവിടുത്തെ ആളുകൾ അദ്ദേഹത്തെ വളരെ നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അതേപോലെ അദ്ദേഹത്തിന് ബൈഅത്ത് കൊടുക്കുകയും ചെയ്തു. താങ്കൾ ഖലീഫയായി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവിടെ എത്തുന്നത് വരെ താങ്കളെ ഖലീഫയായി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ബൈഅത്ത് കൊടുത്തു. ഈ വിവരം മക്കയിലേക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിം അറിയിക്കുകയാണ്. താങ്കളെ സ്വീകരിക്കുവാൻ വേണ്ടി, താങ്കളിൽ ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, താങ്കൾ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ഈ മുസ്ലിമിന്റെ കത്തുകൂടി വന്നതോടുകൂടി അദ്ദേഹം കൂഫയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അതൊരു ഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട ഹജ്ജിന്റെ സന്ദർഭത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രമുഖ സ്വഹാബി വര്യന്മാരായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖ സ്വഹാബി വര്യന്മാർ അന്ന് മക്കയിലുണ്ട്. ഹജ്ജിന്റെ സന്ദർഭമായതുകൊണ്ട് തന്നെ കൂഫയിലേക്ക് പോകുവാൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയ്യാറെടുത്തിരിക്കുന്നു എന്ന വാർത്ത ഈ സഹാബത്ത് വളരെ ഞെട്ടലോടുകൂടെയാണ് കേട്ടത്. ആ സഹാബത്ത് മുഴുവൻ അദ്ദേഹത്തെ വിലക്കി, നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോവരുത്, കാരണം അവർ ചതിയന്മാരാണ്, അവർ നിങ്ങളെ ചതിച്ചു കൊലപ്പെടുത്തും, നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും ഇത്രമാത്രം അധികം ആളുകൾ ക്ഷണിക്കുകയും ഇത്രമാത്രം കത്തുകൾ വരികയും മാത്രമല്ല ദൂതനായി അയച്ച വ്യക്തിയുടെ അനുവാദം കൂടി വന്നതോടുകൂടി ഇതിൽ കാര്യമായ കുഴപ്പമില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അങ്ങനെ ആ കൂഫയിലേക്ക് പോകാൻ തീരുമാനിക്കുകയുമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നുണ്ട്, താങ്കൾ പ്രവാചകന്റെ പൗത്രനല്ലായിരുന്നുവെങ്കിൽ താങ്കൾ ഞങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നു, ഇവിടെ പിടിച്ചു വെക്കുമായിരുന്നു എന്ന് വരെ അദ്ദേഹം അത് നമുക്ക് പറയേണ്ടതായി കാണാം. അങ്ങനെ ആ ഹജ്ജിന്റെ ദുൽഹിജ്ജ എട്ടാമത്തെ ദിവസം യൗമു തർവിയ എന്ന് പറയുന്ന ആ ദിവസം അദ്ദേഹം കൂഫയിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ തലേ ദിവസം അഥവാ ദുൽഹിജ്ജ 7-ന് കൂഫയിൽ ഒരു സംഭവം ഉണ്ടായി. അതായത് കൂഫക്കാരുടെ തനി നിറം അവിടെ പുറത്തു വരികയാണ്. ആ സംഭവം ഒരിക്കലും പുറപ്പെടുന്നതിന് മുമ്പ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിഞ്ഞിരുന്നില്ല.
അതായത് ദൂതനായി അങ്ങോട്ട് അയച്ച, അവരൊക്കെ ബൈഅത്ത് ചെയ്തു എന്ന് പറഞ്ഞ ഈ മുസ്ലിം ഇബ്നു അഖീലിനെ അവർ വധിച്ചു കളഞ്ഞു. അദ്ദേഹത്തെ വധിച്ച വിവരം അറിയാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് പുറപ്പെടുന്നത്. ആ വിവരം അറിയുന്നതാവട്ടെ ഖാദിസിയ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ടാണ്. ആ വിവരം അറിഞ്ഞ ഉടനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി കൂഫയിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സ്വഭാവമാണ് അവിടെ പ്രകടമായിരിക്കുന്നത്, നമ്മൾ തിരിച്ചു പോവുകയാണ് വേണ്ടത്, ഇനി കൂഫയിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനത്തിലെത്തി. പക്ഷേ ഈ കൊല്ലപ്പെട്ട മുസ്ലിം ഇബ്നു അഖീലിന്റെ അടുത്ത ബന്ധുക്കൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടും അവര് ശക്തമായി എതിർത്തു. ഇനി അവിടേക്ക് പോവുക തന്നെ വേണം, എന്നിട്ട് അവരോട് പ്രതികാരം ചെയ്യണം, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ നിർബന്ധിച്ച് മടങ്ങുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആ കൂഫയിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ ഗത്യന്തരമില്ലാതെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഈ പറഞ്ഞ 72ഓളം വരുന്ന ആളുകളും കൂടി കൂഫയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇവർ കൂഫയെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു. അങ്ങനെ ഈ ഒരു വിവരം കൂഫയിലെ ഗവർണറായിരുന്ന ഇബ്നു സിയാദ് അറിയുകയും അവരെ തടുക്കുവാൻ വേണ്ടി 4000ഓളം വരുന്ന സൈനികരെ അവിടേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും അനുയായികളും കർബലയിലെത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് ഏതാണ് സ്ഥലം? അവർ പറഞ്ഞു, ഇത് കർബലയാകുന്നു എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അൽ കർബു വൽ ബലാ എന്നായിരുന്നു. വൽ കർബു വൽ ബലാ, ഇത് വല്ലാത്ത പ്രയാസം. കർബ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസം. ബലാ എന്ന് പറഞ്ഞാൽ വലിയ പരീക്ഷണം. ഇത് വലിയ പരീക്ഷണങ്ങളുടെയും ബുദ്ധിമുട്ടിന്റെയും സ്ഥലമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അല്പം വൈകാതെ തന്നെ ഇബ്നു സിയാദും ആ 4000ഓളം വരുന്ന ആളുകളും അവിടെ ഒരുമിച്ച് കൂടുകയും ചെയ്തു. ഇങ്ങനെ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ളുഹറും അസറും കൂടി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ചത് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വെച്ചായിരുന്നു. അവർ രണ്ടു കൂട്ടരും. ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്കൊരു ഇമാമും ഞങ്ങൾക്കൊരു ഇമാമും ആവശ്യമുണ്ടോ? അവർ പറഞ്ഞു, വേണ്ടതില്ല, പ്രവാചകന്റെ പൗത്രനാണ് എന്നിരിക്കെ നിങ്ങളുടെ പിന്നിൽ വെച്ച് നമസ്കരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് ളുഹറും അസറും കൂടി അവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് ഒരൊറ്റ ജമാഅത്തായിട്ടാണ് നിർവഹിച്ചത്. പിറ്റേ ദിവസം ഒരു സംഘം ആളുകൾ, ഈ 4000-ൽ വരുന്ന ഒരു സംഘം ആളുകൾ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അനുയായികളെയും നേരിടുവാൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കാര്യങ്ങളുടെ ഗതി മനസ്സിലാക്കി. ഒരു ഏറ്റുമുട്ടലിന് സാധിക്കുകയില്ല, കാരണം 4000-ഓളം വരുന്ന ആളുകൾ അപ്പുറത്ത്, ഇവിടെ കേവലം 72ഓളം വരുന്ന ആളുകളും. ഏറ്റുമുട്ടുക എന്നുള്ളത് സ്വാഭാവികമായും പരാജയത്തിലേക്കാണ് എത്തുക എന്നുള്ളത് കൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു സുൽഹ്, ഒരു ചർച്ച നടത്തി. എന്നാൽ ആ ചർച്ചയിലും അവർ ഒതുങ്ങിയില്ല. അതിനുശേഷം അദ്ദേഹം ഒരു 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. നിങ്ങൾ ഒന്നുകിൽ ഞങ്ങളെ തിരിച്ചു പോകാൻ അനുവദിക്കണം, അതല്ല എങ്കിൽ ഈ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളുടെ പരിസരത്തേക്ക്, അതിർത്തിയിലേക്ക് ഞങ്ങളെ പോകാൻ അനുവദിക്കണം, അതുമല്ല എങ്കിൽ യസീദിനെ ബൈഅത്ത് ചെയ്യുവാൻ ഞങ്ങൾ അനുവദിക്കണം. 3 നിബന്ധനകൾ വെച്ചു. ഇത് ഇബ്നു സിയാദ് അംഗീകരിച്ചു. എങ്കിൽ ശരി, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതാവാം. പക്ഷേ ഇബ്നു സിയാദിന്റെ കൂട്ടത്തിൽപ്പെട്ട ശംബ് ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു പേർഷ്യൻ ചിന്താഗതിക്കാരൻ, അഗ്നി ആരാധകരുടെ ഒരു അങ്ങോട്ട് ചായ്വുള്ള ഒരു കടുത്ത ശിയയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ മനുഷ്യൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ വിടാൻ പറ്റുകയില്ല, ഇവർ നമ്മോട് യുദ്ധം ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ട് വെറുതെ വിടാൻ പറ്റുകയില്ല എന്ന് പറയുകയും ഈ ആളുകളോട് ശക്തമായി ഏറ്റുമുട്ടുകയും ഈ 72ഓളം വരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട അഹ്ലു ബൈത്തിൽപ്പെട്ട 18 ആളുകൾ ഉൾപ്പെടെ അതിൽ മുഴുവൻ ആളുകളെയും അവിടെ ഏറ്റുമുട്ടലിൽ വധിച്ചു കളയുകയും ചെയ്തു. 2 ആളുകളെ മാത്രമാണ് അവർ ബാക്കിയാക്കിയത് എന്ന് നമുക്ക് കാണാം. അതായത് ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അദ്ദേഹത്തിന്റെ മകനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിലിരുത്തി ലാളിച്ച് പോറ്റി വളർത്തിയ പ്രവാചകന്റെ പൗത്രൻ എന്ന നിലക്ക് തന്നെ അദ്ദേഹത്തിന്റെ ദേഹത്ത് കൈവെക്കുവാൻ അവർക്ക് ഉയർന്നില്ല എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ അവർ രണ്ടുപേരെയും അവര് ഒഴിച്ചിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിലാണ് മേൽപ്പറഞ്ഞ ഈ ശംറ് ഇബ്നു ദിൽ ജൗഷൻ എന്ന് പറയുന്ന വ്യക്തി അട്ടഹസിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ വധിച്ചു കളയുന്നില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അമ്പെയ്യുകയും അതേപോലെ അദ്ദേഹത്തിന്റെ സഹായിയായ സിനാൻ ഇബ്നു അനസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരസ് ഛേദിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിദാരുണമായ, വളരെ സങ്കടമുള്ള, വളരെ വേദനയുള്ള, കണ്ണീരോട് മാത്രമല്ലാതെ അല്ലെങ്കിൽ ചങ്കിടിപ്പോട് കൂടി അല്ലാതെ ഇത് പറഞ്ഞു തീർക്കുവാനോ മനസ്സിലാക്കുവാനോ നമുക്ക് കഴിയുകയില്ല. അത്രമാത്രം ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കർബലയിൽ സംഭവിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷിയാക്കൾ ഈ ഒരു സംഭവത്തെ എടുത്തു കാണിക്കുന്നത് അവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾക്കൊക്കെ ഇന്ന് കേൾക്കാൻ കഴിയുന്നത് അത്തരം ആളുകളെ, അതായത് ഇപ്പോ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അതേപോലെ തന്നെ യസീദ്, അദ്ദേഹത്തിന്റെ മകൻ യസീദിനെ കുറിച്ചുമൊക്കെ വളരെ മോശമായിട്ടാണ്, വളരെ ക്രൂരനായിട്ടാണ് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ ഷിയാക്കളിൽ നിന്നുള്ള സ്വാധീനം കൊണ്ടാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഷിയാക്കൾ ഈ രൂപത്തിൽ യാ ഹുസൈൻ അല്ലെങ്കിൽ യാ നബി അല്ലാഹു ഹുസൈൻ എന്നൊക്കെ പറയുമ്പോൾ പ്രവാചക കുടുംബത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രവാചകന്റെ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് കൊണ്ടാണ് അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് തോന്നിപ്പോകും. പക്ഷേ അത് അല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അഹ്ലു ബൈത്തിൽപ്പെട്ട 18ഓളം ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ തന്നെ, അതായത് ഉമർ, ഉസ്മാൻ എന്നൊക്കെ പേരുള്ള ഫാത്തിമ ബീവിയിൽ ഉണ്ടായതല്ലെങ്കിലും മറ്റു ബന്ധത്തിലുള്ള മക്കൾ ആ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിന്റെ സഹോദരൻ അഖീലിന്റെ മക്കൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. എന്നാൽ അവരുടെ വിഷയമൊന്നും, അവരുടെ പേരുകളൊന്നും ഇത്തരം കർബല ദിനാചരണ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വരാറില്ല. ഇവിടെ ഹുസൈൻ എന്ന ഒരു പേര് മാത്രമാണ് അവർ ഉച്ചരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അഹ്ലു ബൈത്തിനോടുള്ള മഹബത്ത് കൊണ്ടല്ല ഈ ഒരു പ്രവർത്തനം എന്നത് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു ബന്ധം അവർക്കുള്ളത്? അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പേർഷ്യക്കാരുമായി ഒരു വിവാഹ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ഇറാൻ എന്നറിയപ്പെടുന്ന അന്നത്തെ പേർഷ്യ, ആ ഇറാനിൽ പേർഷ്യക്കെതിരിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസ്ദജുർദിനെ മുസ്ലിം സൈന്യം അന്ന് കീഴ്പ്പെടുത്തുകയുണ്ടായി. ആ യസ്ദജുർദിന്റെ മകൾ, അതായത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തായിരുന്നു ആ ഏറ്റുമുട്ട്. അവിടുത്തെ ഭരണാധികാരിയായ യസ്ദജുർദിനെ അവർ വധിച്ചു കളയുകയും അവിടെ നിന്ന് പിടിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ മകൾ ഷാഹ്സാന എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളെ അടിമയായി പിടിക്കുകയും ആ മകളെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു പേർഷ്യക്കാരുമായുള്ള ഞങ്ങളിൽ നിന്നുള്ള ഒരു ബന്ധം അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ആ ഒരു ബന്ധം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ഷിയാക്കൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മാത്രം വിളിച്ചുകൊണ്ടൊരു കർബല എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബന്ധമല്ലാതെ അവർക്ക് അഹ്ലു ബൈത്തിനോട് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. അവർ അഹ്ലു ബൈത്തിനെ അല്ല സ്നേഹിക്കുന്നത്. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ മറ്റുള്ള ആളുകളുടെ പേരുകൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരണമായിരുന്നു. പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവിടുത്തെ ശ്രദ്ധേയമായ ഒരു സംഭവമാണ്. പറഞ്ഞു വന്നത്, ഈ ഒരു കർബല ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ കണ്ണുനീരോടുകൂടി പറയുന്ന ആളുകൾ തന്നെ ഈ സ്വഹാബിമാരിൽപ്പെട്ട പല ആളുകളെയും വളരെ മോശമായി ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. നമ്മളൊക്കെ അറിയാം, ക്രൂരൻ യസീദിൻ ഭരണത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് വരെ ഇവിടെ വളരെ വലിയ ഭക്തിഗാനമായി പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ യഥാർത്ഥത്തിൽ യസീദിന് നേരിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. യസീദിന്റെ ഭരണകാലത്താണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത് എങ്കിലും അദ്ദേഹത്തിന് ഈ ഒരു കൊലപാതകത്തിൽ നേരിട്ടുള്ള ഒരു ബന്ധവുമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകർക്കെതിരെ ശക്തമായ പ്രതികാര നടപടി എടുക്കുകയും ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചീത്ത പറയുന്ന അല്ലെങ്കിൽ ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ ഒരു ചീത്ത വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രധാനമായും ഷിയാക്കളുടെ തന്ത്രമാണ് ഇതിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്നും ആ ഷിയാക്കളുടെ ഓരോ വിശ്വാസ ആചാരങ്ങളാണ് നമ്മുടെ സമുദായം അനുദിനം കടമെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ്, ഇതാണ് സത്യമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് ഇത്തരം പല വിഷയങ്ങളും കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ഇത്തരം സംഭവങ്ങളിൽ നിന്ന് കൃത്യമായി പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സ്വഹാബത്തിന്റെ പ്രാധാന്യവും അതേപോലെ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സ്ഥാനവും ഒക്കെ വകവെച്ചു കൊടുത്തുകൊണ്ടും മുബത്തദിഇന്റെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഇത്തരം സ്വഹാബിമാരോടുള്ള ആദരവും ബഹുമാനവും അനിവാര്യമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم
وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധമായ ഈ മുഹറം മാസത്തിലെ 9-10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് വളരെ പ്രബലമായ ഒരു സുന്നത്താണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞ ഒരു വർഷത്തെ പാപം ആ മുഹറം 10 നോമ്പിലൂടെ പൊറുക്കപ്പെടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുമ്പോൾ അവിടുത്തെ ജൂതന്മാരായ ആളുകൾ പോലും അനുഷ്ഠിച്ചിരുന്ന നോമ്പായിരുന്നു ഈ മുഹറം 10 നോമ്പ്. അവരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? അവർ പറഞ്ഞ മറുപടി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇസ്രായേലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയ നല്ല ഒരു ദിവസമാണ് ഇന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്നതാണ്. പ്രവാചകൻ അവരോട് പറഞ്ഞത്, എങ്കിൽ ഫഅന അഹഖു ബി മൂസ മിൻകും, എന്നാൽ ആ മൂസയോട് നിങ്ങളെക്കാൾ ഏറ്റവും ബന്ധമുള്ളത് ഞാനാണ് എന്ന് പറയുകയും ഫസ്വാമഹു വ അമറ ബിസിയാമിഹി, പ്രവാചകൻ നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല, ഫഇദാ കാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാഹ് സുന്നൽ യൗമ താസിഅ എന്നുകൂടി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുഹറം 9 നോമ്പ് കൂടി നാം അനുഷ്ഠിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബലമായ പ്രവാചകന്റെ ചര്യയുടെ പിൻബലമുള്ള വളരെ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു നോമ്പാണ് എന്ന് മനസ്സിലാക്കുകയും നമ്മൾ കഴിവിന്റെ പരമാവധി എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ എന്നാണ് ഈ മുഹറം 9-10 എന്ന വിഷയത്തിൽ നമുക്കറിയാം, ഓരോ വർഷവും ഇത്തരം ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. തിങ്കളും ചൊവ്വയുമാണോ അതല്ല ചൊവ്വയും ബുധനുമാണോ എന്ന വിഷയത്തിൽ. ഈ വിഷയത്തിൽ നമ്മൾ ഒരുപാട് വിശദമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും അതിന്റെ ചുരുക്കം എന്ന നിലക്ക് 1-2 കാര്യങ്ങൾ നമ്മളത് തിരിച്ചറിയണം. കാരണം ഈ വിഷയത്തിൽ വർഷങ്ങളോളമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിലും ഒക്കെ നടന്നു വരുന്ന ഒരു കാര്യമാണ്. ചില പണ്ഡിതന്മാർ മാസപ്പിറവി ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാ മാസവും കണക്കാക്കുന്നവരുണ്ട്. എന്നാൽ തീരെ മാസപ്പിറവി ദർശിക്കേണ്ടതില്ല, കണക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. എന്നാൽ ഇതുമല്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗം കണക്ക് നോക്കുകയും വേണം, എന്നാൽ മാസപ്പിറവി ചില മാസങ്ങൾ പ്രത്യേകിച്ചും ദർശിക്കുകയും വേണം എന്ന് പറയുന്ന ഒരു നിലപാടുമുണ്ട്. അവർക്കൊക്കെ അവരുടേതായ തെളിവുകൾ മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്നാമത് പറഞ്ഞ ഒരു വിഭാഗമുണ്ട്. അതായത് കണക്ക് നോക്കുക എന്നുള്ളത്, അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആളുകൾക്ക് കണക്കിനെ കുറിച്ച് ധാരണയില്ലായിരുന്നു. ഇന്ന് അതുപോലെയല്ല, നല്ലവണ്ണം കണക്കുകൾ കൃത്യമായി സൂര്യനെ കുറിച്ചും അതിന്റെ ഉദയത്തെക്കുറിച്ചും എല്ലാം അറിയുന്നവരായതുകൊണ്ട് നമുക്ക് കണക്ക് മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന അത് പ്രവാചകന്റെ ഹദീസിന് എതിരായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, നിങ്ങൾ ആ അമ്പിളി കണ്ടതിനനുസരിച്ച് നോമ്പ് അനുഷ്ഠിക്കുക, ആ അമ്പിളി കാണുന്നതിനനുസരിച്ച് നോമ്പ് അവസാനിപ്പിച്ച് ഫിത്ർ ആഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഹദീസ് വെച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് നോമ്പുമായി ബന്ധപ്പെട്ടും ഈദുൽ ഫിത്തറുമായി ബന്ധപ്പെട്ടുമാണ് റസൂലുള്ള പറഞ്ഞത്. അതുപോലെ തന്നെ ഹദീസിൽ മറ്റൊരു ഭാഗം കാണാം, ഫൈദാക്കാൻ ഇനി നിങ്ങൾക്ക് അലൈക്കും നിങ്ങൾക്ക് മേഘാവൃതം മേഘം കൊണ്ടത് മറക്കപ്പെട്ടാൽ ഷഅബാൻ 30 പൂർത്തിയാക്കണം. അപ്പൊ അതും റമളാനുമായി ബന്ധപ്പെട്ടാണ്. ഇതുപോലെ തന്നെ റമളാന്, അതേപോലെ തന്നെ ശവ്വാല്, അതേപോലെ പ്രധാനമായ ഒരു ഇബാദത്താണ് ദുൽഹിജ്ജ മാസത്തിലുള്ള ഹജ്ജ് എന്നുള്ളതും. അപ്പൊ ഈ ഒരു 3 മാസം മാത്രമാണ് പ്രവാചകന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നോക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാർ നമുക്ക് കാണാം. ബാക്കിയുള്ള മാസങ്ങളൊക്കെ കണക്കനുസരിച്ച് നോക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഈ നിലപാടാണ് കേരള ഹിലാൽ കമ്മിറ്റി ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ നിലപാടിന് അപ്പുറമുള്ള, അതായത് എല്ലാ മാസവും ദർശിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. കാരണം പ്രവാചകൻ ഈ 3 മാസം അല്ലാതെ മറ്റൊരു മാസവും നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ മാസവും നോക്കി അതിനനുസരിച്ച് കാര്യങ്ങൾ വിലയിരുത്താം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ ആക്ഷേപിക്കാറുമില്ല. പറഞ്ഞു വന്നത് ഇപ്പൊ നമുക്കൊക്കെ അറിയാം, ഈ ഒരു മാസം, അതായത് ഈ വരുന്ന തിങ്കൾ ചൊവ്വയും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ മൂന്നാമത് പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ച് 3 മാസം മാത്രമാണ് നോക്കേണ്ടത്. അതല്ലാത്ത മാസമായതുകൊണ്ട് കണക്കനുസരിച്ച് നമുക്ക് തിങ്കളും ചൊവ്വയും അനുഷ്ഠിക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ആ ഒരു കൂട്ടത്തിലാണുള്ളത്. കാരണം ഈ
ദുൽഹിജ്ജ 29 അന്ന് 35 മിനിറ്റോട് കൂടി ഈ ചന്ദ്രന് ഉദയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഒന്നായിക്കൊണ്ട് കണക്കനുസരിച്ച് ഞായറാഴ്ച ഒന്നായിക്കൊണ്ടാണ് അവർ മുഹറം കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച 9-ഉം ചൊവ്വാഴ്ച 10-ഉമായിരിക്കും. ഇനി അതല്ല, അന്ന് മാസപ്പിറവി ദർശിച്ചിട്ടില്ല, ചന്ദ്രൻ മേഘാവൃതമായതുകൊണ്ട് ശനിയാഴ്ച മാസം കാണാത്തത് കൊണ്ട് തന്നെ ഞായറാഴ്ച ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി തിങ്കളാഴ്ച 1 കണക്കാക്കുകയും ചെയ്ത മറ്റൊരു വിഭാഗത്തെ നമുക്ക് കാണാം. അങ്ങനെയാകുമ്പോൾ ചൊവ്വയും ബുധനുമാണ് മുഹറം 9, 10. ഏതായിരുന്നാലും മുഹറം മാസത്തിലെ 9-ാമത്തെയും 10-ാമത്തെയും ദിവസമാണ് ഈ നോമ്പുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ അഭിപ്രായ വ്യത്യാസം അനുസരിച്ച് ഏത് ദിവസമാണ് ഈ മുഹറം 9, 10 എന്ന വിഷയത്തില് അഭിപ്രായ വ്യത്യാസമുള്ളൂ. കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് കടന്നു പോകാതെ ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മുഹറം 9-നും 10-നും അത് ഏതാണോ സൂക്ഷ്മത നിങ്ങൾ എന്ന് ഓരോരുത്തരും അതിനുകൊണ്ട് നിശ്ചയിച്ചുകൊണ്ട് ആ ദിവസങ്ങളിൽ അത് അനുഷ്ഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞോ വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാൻ റഹീമായ നാഥ നിങ്ങൾക്ക് നീ പുറത്തു തരണമേ. റഹ്മാൻ റഹീമായ അള്ളാഹ്, രോഗം കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കൾ,